മദ്യപിച്ച് വനിതാ പോലീസിനെ ആക്രമിച്ച പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നഴ്സിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ആശുപത്രി ജീവനക്കാർ. ആശുപത്രി സുരക്ഷാ നിയമം കാര്യക്ഷമമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആശുപത്രി ജീവനക്കാർ സൂചനാ പ്രതിഷേധ സമരം നടത്തിയത്. തൃപ്പൂണിത്തുറ നഗരത്തിൽ പെൺകുട്ടിയെ ശല്യം ചെയ്ത മദ്യപനായ കാരിക്കോട് സ്വദേശി മാധവനെ വൈദ്യപരിശോധനയ്ക്കായി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇയാൾ ഡ്യൂട്ടി നഴ്സ് ദിവ്യയെ ആക്രമിച്ചത്. ഇയാളെ പിടികൂടുന്നതിനിടെ ഹിൽ പാലസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ റെജിമോളെയും ഇയാൾ ആക്രമിച്ചിരുന്നു. പെൺകുട്ടിയെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ട് ഒരാളെ ട്രോളിയിൽ കൊണ്ടുവരുമായിരുന്നു. ഞങ്ങളെല്ലാവരും വിളിക്കുമ്പോൾ ആൾ ഉണരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു മുന്നേ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആളെ ഒരു ട്രോളിയിൽ കൊണ്ടുവന്നു പോലീസ്. അത് കഴിഞ്ഞിട്ട് മാഡം നോക്കുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് ഇട്ട് തൈമിൻ ഇടാൻ പറഞ്ഞു, ഒരു ഇഞ്ചക്ഷൻ ഇടാൻ പറഞ്ഞു. ആ ഇഞ്ചക്ഷൻ മേടിക്കാൻ പോലീസാണ് പുറത്ത് പോയത്. ആ സമയത്തൊന്നും പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കാനുല ചെയ്തു, ട്രിപ്പ് ഇട്ടു, ആളുടെ ഇഞ്ചക്ഷനും കൊടുത്തിട്ട് വേറൊരു പേഷ്യൻ്റെ അടുത്ത് പോയി. അവിടുത്തെ ഒരു റിപ്പോർട്ട് നോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ആൾ എഴുന്നേക്കാൻ ശ്രമിക്കുമായിരുന്നു. അന്നേരം ഒരു പോലീസ് വന്ന് ആളുടെ കയ്യിൽ പിടിച്ചു. എഴുന്നേക്കരുതെന്ന് പറയുന്ന മുന്നേ ആൾ എഴുന്നേറ്റിട്ട് കാലം അടക്കി മുഖത്ത് തൊഴിക്കുകയോ ചെയ്ത്. ആൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് പോലീസ് ഉണ്ടായിരുന്നില്ല. തെറിച്ചു പോയി കേട്ടോ. ഭയങ്കര ശക്തിയായ ആൾക്ക്. നമുക്ക് പിടിച്ചാൽ നിൽക്കില്ല. ആ ഒരു പോലീസുകാരനെ കൊണ്ട് ഒന്നും നടന്നില്ല, പിടിക്കാൻ പോലും പറ്റിയില്ല. നമ്മളടുത്ത് പറയുന്നില്ല ഇത്രയും പേര്, അല്ലെങ്കിൽ ഒരു വനിതാ പോലീസിനെ ഉപദ്രവിച്ചിട്ടാണ് വന്നതെന്നും അറിയുന്നില്ല. എനിക്ക് അടി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ആ വനിതാ പോലീസ് വന്നിട്ട് ആൾക്ക് ഇത്രയും ഉപദ്രവം കിട്ടിയെന്നുള്ളത് അറിയണേ. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. വിലങ്ങ് വെച്ചിട്ട് കൊണ്ടുവരിക, എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ആശുപത്രിയിൽ ജീവനക്കാർക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ ആശുപത്രിക്ക് മുന്നിൽ സൂചനാ സമരം നടത്തിയത്. ഡോക്ടർ വന്ദനയുടെ മരണത്തെ തുടർന്ന് നിലവിൽ വന്ന ആശുപത്രി സുരക്ഷാ നിയമം കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം. അതേസമയം കേസിൽ അറസ്റ്റ് ചെയ്ത മാധവനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.